പുതിയ കാലത്തോടൊപ്പം മാറാഞ്ഞാൽ നമ്മൾ മാറുമോ? നമ്മൾ മാറാഞ്ഞാൽ നമ്മളാരെങ്കിലും മാറ്റുമോ? ഇല്ല. സിസ്റ്റം മാറ്റുമോ? മാറ്റൂല. സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെ സാധാരണ ഒരു സ്കൂളിൽ +2 അതുപോലെ തന്നെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കേരളത്തിലെ തന്നെ ഏക ഓട്ടോണമസ് ഗവൺമെൻറ് കോളേജായിട്ടുള്ള മഹാരാജാസ് കോളേജ് ഡിഗ്രി പഠിച്ച് പിന്നീട് പുറത്തേക്ക് പോയ ഒരാളാണ്. ഞാൻ ഡിഗ്രി പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ MSF യൂത്ത് ലീഗിലൊക്കെ ചെറിയ കാലം മുതലുണ്ട്. ആ കാലം മുതലുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞ ആ കാലത്ത് എന്താ മെക്സിക്കൻ അപാരത സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ലേ? മെക്സിക്കൻ അപാരത. മെക്സിക്കൻ അപാരത ഇറങ്ങിയ കാലമാണ്. അപ്പോൾ ആ ഇറങ്ങിയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് ആദ്യമേ എന്താ അറിയോ? അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ പോയ സംഘടനയിലേക്ക് ഇറങ്ങും MSF ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് പോയിക്കോളിന്നാ. കാരണം എന്താ? മെക്സിക്കൻ അപാരത കണ്ട ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാവുക? കത്തിക്കുത്ത്, ചോര, അടി, പിടി, സമരം അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലാണ് ഞാനും അതുപോലെ എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള പ്രിയപ്പെട്ട ഷെഹസാദൊക്കെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സമയത്താണ് ആ ക്യാമ്പസിനകത്ത് ഞങ്ങൾ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന് സംഘടന ഉണ്ടാക്കുന്നതും ഒരു 3-4 വർഷക്കാലത്തെ കലുഷിതമായ കാലഘട്ടത്തിലൂടെ MSFനെ ക്യാമ്പസിൽ വേരുറപ്പിക്കുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലം കഴിഞ്ഞ് പിന്നെ പുതിയൊരു ലോകത്തേക്ക് കടക്കുകയാണ്. ഏതായാലും 3-4 വർഷം എന്താണ് ക്യാമ്പസിലെ കലുഷിതമായൊരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന ഞാനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന മുമ്പത്തെ വർഷമാണ് അഭിമന്യു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത്രയും രക്തരൂക്ഷിതമായിട്ടുള്ളൊരു ക്യാമ്പസ്. ആ ക്യാമ്പസിൽ 3-4 വർഷം ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എവിടെ പഠിക്കണം? സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണോ അല്ലെങ്കിൽ ഇനി കേരളത്തിലെ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന സമയമാണ്. ആ സമയം സ്വാഭാവികമായിട്ടും ഞാനല്ലേ എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ നാട്ടിൽ പറയും, എൻ്റെ സുഹൃത്തുക്കളോട് പറയും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്നോട്, എന്തിനാ ചങ്ങായി ആ ഡൽഹിയിലേക്കൊക്കെ പോകണേ? അവിടെ പോയാൽ നേരാമണ്ണ് ചോറ് കിട്ടുമോ? ചോറ് കിട്ടൂല. ഇവിടുത്തെ പോലെ മത്തി കൂട്ടാൻ പറ്റുമോ? പറ്റൂല. അയക്കോറ കിട്ടുമോ? കിട്ടൂല. നേരാമണ്ണുള്ള കേരളത്തിൽ എന്തെങ്കിലും ഫുഡ് അവിടെ കിട്ടുമോ? ഇല്ല. എന്താ കിട്ടുക? ഉണങ്ങിയതാലും വറ്റി പിടിച്ച ചപ്പാത്തിയാണ് കിട്ടുക. എല്ലാ ഡൈനിങ് ഹാളുകളും പോയി നോക്കിയാലും കാര്യം എന്താ? ചോള ഭട്ടൂരി, ചപ്പാത്തി, റൊട്ടി, പൂരി. മൈദ കൊണ്ടും അതുപോലെ തന്നെ വീറ്റ് കൊണ്ടുള്ള പൂരാണ് അവിടെ ഉണ്ടാവുക. അല്ലാതെ അരി കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഉണങ്ങി പിടിച്ചൊരു സ്ഥലത്തേക്ക്, അത് മാത്രമല്ല കാലാവസ്ഥയോ കേരളത്തെ പോലെ മഴക്കാലത്ത് മഴ ചൂട് കാലത്ത് ചൂട്, ഇതെല്ലാം ഒരു ടെമ്പററി ആയുള്ള കാലാവസ്ഥ. അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടോ? ഇല്ല. കുറേ ആൾ ചോദിച്ചു എന്തിനാ ഇപ്പോൾ അവിടെ പോകുന്നത്? പക്ഷേ അന്ന് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. എന്താണ്? പോകുമ്പോൾ ഏതായാലും പഠിക്കാൻ ഇറങ്ങി ഏതായാലും കുളത്തിൽ ഇറങ്ങി. അപ്പം ഇനി ഫുള്ളായി നീന്തി കുളിച്ചിട്ട് കയറാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ 2 അധ്യാപകർ എന്നോട് പറയുന്നത്, ഇങ്ങനെ ഡൽഹിയിലും ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഇവിടെയൊക്കെ പോയി പഠിക്കണം. അങ്ങനെയാണല്ലേ സ്വാഭാവികമായിട്ടും 3 വർഷം കംപ്ലീറ്റ്ലി ക്യാമ്പസ് പൊളിറ്റിക്സ് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ പഠനത്തിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. ക്യാമ്പസ് പൊളിറ്റിക്സിനോടൊപ്പം തന്നെ പഠനം കൊണ്ട് നല്ല മാർക്ക് തന്നെയാണ് UG കോഴ്സൊക്കെ പാസ്സായത്. അത് കഴിഞ്ഞ് പിന്നെയുള്ള യാത്ര ഏതാണ്? ഡൽഹിയിലേക്കോ ജാമ്യയിലേക്കോ JNUവിലേക്കൊക്കെ വണ്ടി കയറണം. അന്ന് പറഞ്ഞാൽ ജാമ്യ, അലിഗഡ്, JNU എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എന്തോ വലിയ ബിംബങ്ങളാണ്. എന്താ അത് ഞങ്ങൾക്കൊന്നും അങ്ങനെ അഡ്മിഷൻ കിട്ടൂല, അങ്ങോട്ട് കയറി ചെന്നാൽ മതി. അവിടെ പഠിക്കുന്ന ആളുകൾ വലിയ ആളുകളാണ്. അന്ന് ഈ ഇരിക്കുന്ന ഫർസീനിക്കൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഫർസീനിക്കാനൊക്കെ നമുക്ക് പരിചയമുള്ളത് അപ്പോൾ ഫർസീനിക്കാനെ പോലത്തെ കുറച്ച് ഇൻ്റലക്ച്വൽസ് ആയുള്ള ആളുകൾ മാത്രമാണ് ജാമ്യയിൽ അലികളിലൊക്കെ കയറാന്നുള്ള ഒരു പൊതുവായ ധാരണ നിങ്ങളെ പോലെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഞാൻ എൻട്രൻസ് എഴുതി. എനിക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ജാമ്യ മില്ലിലൊക്കെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന്. ആ സമയത്ത് സ്വാഭാവിക പുതിയ സ്ഥലത്തേക്ക് എത്തുന്നല്ലേ, നിങ്ങളെ പോലെ എൻ്റെ മുമ്പിൽ ഒരുപാട് കൺസേൺസുകളുണ്ട് എങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ? ഇനി എങ്ങനെ ഇവിടെ കാര്യങ്ങൾ ചെയ്യും? ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകൾ അത്ര മോശമൊന്നുമല്ല. കേരളത്തിലെ കോളേജുകൾ മോശം അഭിപ്രായം ഉണ്ടോ? കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയോ? എന്നാലും നിങ്ങൾക്ക് അറിയുന്നൊരു 2 യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാം. 2 യൂണിവേഴ്സിറ്റിൻ്റെ ഏതാണ്? ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1968 കേരളത്തിലെ നവോത്ഥാന നായകനായ CH മുഹമ്മദ് കോയ സാഹിബ് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് ഇത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതാണ് ആദ്യത്തെ മലബാറിലെ യൂണിവേഴ്സിറ്റി അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലടി സംസ്കൃത സർവകലാശാല മുതൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട് കേരളത്തിലൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഏതാ അറിയോ? ഏതാ? IIT ഉണ്ട് കേരളത്തിൽ. എവിടെയാണ്? പാലക്കാടാണ് എന്നാൽ കേരളം അതിന് മുൻപ് രൂപപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിൽ, കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്. പക്ഷേ ഇവിടെയൊന്നും പോകാതെ എന്തിന് നമ്മൾ അവിടെ പോകണം ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോൾ നല്ല മാർക്കിലാണ് പാസ്സായെന്ന് പറഞ്ഞില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിലാണ് പാസ്സായത്. പക്ഷെ അത് ഞാനങ്ങ് ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചുകൊണ്ടൊന്നുമല്ല, മറിച്ച് എന്താ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ ഒരു നോട്ട് കിട്ടും. എന്താണ്?
എല്ലാവരും പഠിക്കുന്ന ഒരു ചെറിയ നോട്ടുണ്ട്. ആ നോട്ടങ്ങ് പഠിക്കും, കേരളത്തിലെ പരീക്ഷ അങ്ങ് പോയി എഴുതിയാൽ എന്താണ് 100-ൽ 100 മാർക്കാണ് എന്ത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുക. എന്നാൽ ഇതേ സംഭവം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയല്ല. നമ്മൾ ഔട്ട്ലുക്ക് മൊത്തം മാറും. കാരണം എന്താ? നമ്മളെ രൂപവും സാദൃശ്യവും മാറുന്നല്ല, മറിച്ച് നമ്മളെ ചിന്താരൂപം മാറും. കാരണം നമ്മൾ ഇടപെടുന്ന സർക്കിളുകൾ വളരെ വ്യത്യാസമാണ്. നമ്മൾ സാധാരണ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കണം എന്ന് പറയാറുണ്ട് പുസ്തകങ്ങളും പുതിയ കാലത്ത് AI ഒക്കെ വന്നപ്പോൾ സാധ്യതകൾ മാറി എങ്കിൽ പോലും ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി വിദ്യാർത്ഥി, എനിക്കറിയില്ല, നേരാവണ്ണം പുസ്തകമൊക്കെ വായിച്ച് അതിന് റെഫറൻസ് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ഡിഗ്രിക്ക് തന്നെ അലിഗഡിലും ജാമ്യയിലും JNUയിലും ഒന്നും പോകുമ്പോൾ അവസ്ഥ അങ്ങനെയല്ല. ഞങ്ങൾ PGക്ക് പോയ സമയത്ത് ഞാനും എൻ്റെ ക്ലാസ് ഒരു മലയാളി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല മാർക്കിന് കേരളത്തിൽ ഏകദേശം 90യുടെ അടുത്ത് പെർസെൻറ്റേജിലാണ് രണ്ടുപേരും അവിടെ എത്തിച്ചേർന്നു, മാർക്കോട് കൂടി. പക്ഷെ അവിടെ എത്തിയപ്പോൾ 75%, 70%, 68% ആണ് ഞങ്ങളൊപ്പമുള്ള കുട്ടികൾ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്താണ് കൊമ്പന്മാർ തന്നെ അല്ലേ. കാരണം എന്താ 90% ഉണ്ട്, 85% ഉണ്ട്. പക്ഷെ ക്ലാസ് അങ്ങ് തുടങ്ങിയപ്പോൾ എന്തായി, കോലങ്ങ് മാറി. കാരണം എന്താ? നമുക്കൊരു പുസ്തകത്തിൻ്റെ പേര് പോലും നേരാവണ്ണം അറിയില്ല. കാരണം എന്താ? കേരളത്തിലെ മാർക്ക് സിസ്റ്റവും ഡൽഹിയിലെ മാർക്ക് സിസ്റ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകൾ മാർക്ക് സിസ്റ്റവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ എന്താണ്, എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാലും അവനെന്ത് ചെയ്യും, എങ്ങനെയും പാസ്സാക്കും അല്ലേ. പാസ്സാക്കും. ആ രീതി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അലിഗഡിലും ജാമ്യയിലും പോകുമ്പോൾ അങ്ങനെ പാസ്സാവില്ല. എത്ര എഴുതിയാലും ഒരു 75% കടക്കാതെ പറഞ്ഞാൽ അവനെന്താണ്, ഹീറോ ആണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കയ്യിൽ അക്കാഡമിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള നോളജ് ഇല്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കി ഒരു പരിധി വരെ ഞങ്ങൾ UGക്ക് അഥവാ ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നില്ല. കാരണം എന്താ? ഞങ്ങൾ ഡിഗ്രി കേരളത്തിൽ പഠിച്ചു. കേരളത്തിലൊരു നോർമൽ സ്റ്റീരിയോടൈപ്പിക് വിദ്യാഭ്യാസം കരസ്ഥമാക്കിയാണ് പോകുന്നത്. എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും എന്താണ്, ഞാൻ ഡിഗ്രിക്ക് വായിക്കേണ്ട എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സാറുമാർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അട്ടത്തേക്ക് നോക്കൽ തുടങ്ങി, എന്താണെന്ന് തിരിയുന്നില്ല. കാരണം എന്താ? ഇതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. പിന്നെ PG പഠിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, 1ാം ഘട്ടം മുതൽ വായിച്ചു തുടങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിച്ച സംഭവമാണ്, നമ്മളെ കേരളത്തിൽ വളരെ കുറഞ്ഞ കുട്ടികളെ ഇപ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുള്ളൂ അല്ലേ. എല്ലാവരും എത്തുന്നുണ്ടോ? നിങ്ങളെ തിരൂര്, നിങ്ങളെ വാർഡ്, ഇപ്പം തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 5ാം ഡിവിഷൻ എടുക്കുക. 5ാം ഡിവിഷനിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് നിങ്ങൾ കണക്കെടുത്ത് നോക്കുക. ചിലപ്പോൾ 1 ഉണ്ടായാലുണ്ടാവും, വളരെ അപൂർവമായിട്ട് 2-3 ഉണ്ടാവും. എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾ അവിടെ എത്തുന്നില്ല? അങ്ങനെയാണ് ഞങ്ങൾ അലിഗഡിലും അതുപോലെ ജാമ്യയിലും JNUയിലും അസീം പ്രേംജിലൊക്കെ പഠിച്ച ഞങ്ങൾ 9 ആളുകൾ കൂടിയിട്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി. അഥവാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായ സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അന്നാന്നുള്ള ജീവിതത്തിലുള്ള വേതനം കണ്ടത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മക്കൾ എന്ത് ചെയ്യണം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും IITകളിലേക്കും ഐസറിലേക്കും വഴി നടത്തി കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ 2022 കണ്ട സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന രൂപത്തിലാണ് ഞങ്ങൾ ലീഡ്ര എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഫേമിന് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തത്. അതുപോലെ ചെറിയ ഫിനാൻഷ്യൽ ചെലവിൽ എന്ത് ചെയ്യുക, കൂടുതൽ കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും ഐസറിലേക്കും IITയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലെ ടാസ്ക്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പക്ഷേ അലിഗഡിലും ജാമ്യയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മലയാളികൾ ഒരു 300 ആളുണ്ടെങ്കിൽ അതിൽ 180+ ആൾക്കാരെ എവിടെ നിന്നായിരിക്കും, മലപ്പുറം ജില്ലയിൽ നിന്നായിരിക്കും ആണ്. പക്ഷെ എങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ വാർഡുകൾ എടുത്ത് നിങ്ങൾ തരം തിരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വാർഡിൽ നിന്ന് ചിലപ്പോൾ ഒരു കുട്ടി പോലും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറയാൻ അനന്തമായ സാധ്യതകളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പോലെയല്ല. ഇപ്പോൾ അലിഗഡിൻ്റെ ലൈബ്രറി എടുത്ത് നോക്കുമ്പം സൗത്ത് ഏഷ്യയിലത്തിന് ഏറ്റവും വലിയ ലൈബ്രറി അലിഗഡിൻ്റെ ലൈബ്രറിയാണ്. ഏറ്റവും വലിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറി കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, ഏത് പഠിക്കാത്തവനും ഒന്ന് ഇരുന്ന് വായിക്കാൻ തോന്നും. അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ലൈബ്രറിയാണ് അലിഗഡിലുള്ളത്. 1400 ഏക്കറാണ് അലിഗഡിന് സ്ഥലമായിട്ടുള്ളത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുള്ളത് 4000 ഏക്കറാണ്. അറിയോ? ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് 2400 ഏക്കറാണ്. ഈ 2400 ഏക്കറിൽ അവിടെ എന്തുണ്ട്, കാടും വനവും ഫോറസ്റ്റൊക്കെ ഒരു യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്. അത്രയും വിശാലമായ യൂണിവേഴ്സിറ്റികൾ. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പോകണം അല്ലേ. അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താ, നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി, അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ +2 പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഓരോ ബുക്കുകൾ എഴുതിയ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. ഉദാഹരണത്തിന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ഒരാളായിരുന്നു ഇർഫാൻ ഹബീബ് അല്ലേ, ചരിത്രകാരനായ ഇർഫാൻ ഹബീബ്. ഇർഫാൻ ഹബീബിനെ വായിച്ചും കേട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും കണ്ടറിഞ്ഞ് മാത്രമേ എനിക്ക് ഇർഫാൻ ഹബീബിനെ പരിചയമുള്ളൂ.
പക്ഷെ അലിഗഡിൽ പോയ സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അഥവാ ഞാൻ പഠിച്ചത് MA പൊളിറ്റിക്കൽ സയൻസ് ആണ്, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഇർഫാൻ ഹബീബിൻ്റെ ഉപ്പയായിട്ടുള്ള ഹബീബാണ്, ഡോക്ടർ ഹബീബാണ്. ഞങ്ങളെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഇർഫാൻ ഹബീബ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ആഴ്ചയിൽ ഒരു വട്ടമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇർഫാൻ ഹബീബ് എന്ത് ചെയ്യും, അലിഗഡിൽ വരും. അപ്പോൾ നമ്മൾ കണ്ട കേട്ട ഒരുപാട് പ്രതിഭകൾ, നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ എഴുതിയ പല പ്രതിഭകളും, ആ പ്രതിഭകൾ നമ്മളെ പഠിപ്പിക്കണം. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും നമ്മൾ പഠിപ്പിക്കുന്ന പല പുസ്തകങ്ങളും എഴുതിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് റെഫർ ചെയ്യാൻ പറയുന്ന പല ഗ്രന്ഥങ്ങളും എഴുതിയ ആളുകൾ, ഈ ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ടോ? യെസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും IIT എത്തിപ്പെടണം. അത് വലിയ ബാലികേറാൻ മേലെ ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ സ്മാർട്ടായി വർക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൈ പിടിച്ചുയർത്തി കൊണ്ടുപോകാൻ ആളുകളുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരിക്കും, അവിടെ പോയാൽ ഞങ്ങളെ കുട്ടികൾ സേഫ് ആവോ, അല്ലേ? ഞങ്ങളെ കുട്ടികൾക്ക് പഠിക്കാനും വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്ത്യയിലെ ഒരുപാട് കലുഷിതമായ സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്, ഞങ്ങളെ കുട്ടികൾ സേഫ് ആവുമെന്ന്. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മലയാളി സംഘടനകളുണ്ട്, മലയാളി കൂട്ടായ്മകളുണ്ട്. അതോടൊപ്പം തന്നെ MSF ഉൾപ്പെടെയുള്ള വളരെ ശക്തമായ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെ കുട്ടികളെ നോക്കിക്കോളും. അവരുള്ളിടത്തോളം കാലം നിങ്ങളെ കുട്ടികൾ ആരും എന്ത് ചെയ്യൂല, അവിടെ വഴിമുട്ടിപ്പോകൂല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, +2 കഴിയുന്നതോടുകൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിൽ സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്തിയെടുക്കുക. നിങ്ങളുടെ മുമ്പിൽ വലിയ വാതായനങ്ങളുണ്ട്. ആ വാതായനങ്ങൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടി തുറന്നതിനകത്തേക്ക് കയറി പോകണം. ഇനി കേരളത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റീരിയോടൈപ്പിക് എഡ്യൂക്കേഷൻ നിൽക്കാതെ എന്ത് ചെയ്യണം, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾ പോകണം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞ പോലെ ബാലികേറാൻ മലയല്ലൊന്നല്ല. അതുമാത്രമല്ല, അവിടെ പഠിക്കുന്ന ഭൂരിപക്ഷം കുട്ടികൾ നോർത്ത് ഇന്ത്യൻസാണ്. നമ്മളും ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഇന്ത്യയിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് ഞാനും നിങ്ങളും അടക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. സൗജന്യ വിദ്യാഭ്യാസമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കേരളക്കാരെന്ന നിലയ്ക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ സെഷനിലേക്ക് കടക്കാം. താങ്ക് യു.